എന്താ പറഞ്ഞ? സമ്മതിച്ചോന്നു. ഓ പിന്നെ CPM സർവീസ് സംഘടനാ ജീവനക്കാരുടെ പാടിപ്പുകഴ്ത്തൽ ആസ്വദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത്. നമ്മുടെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു വിപ്ലവഗാനം എഴുതണം. ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അതില് മുഖ്യമന്ത്രിയെ കൂടെ സൂചിപ്പിച്ചോ? കേരളത്തിലെ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി വെറുതെ വേണ്ട, ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ദരിദ്ര വിഭാഗത്തിന് വേണ്ടി സംരക്ഷകനായി നിൽക്കുന്ന പിണറായി എന്ന ആ വ്യക്തി. പിന്നെ പ്രശ്നമില്ല, യു ക്യാൻ പ്രൊസീഡ്. ഓക്കേ. വ്യക്തികൾ ആ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം നടപ്പിൽ വരുത്താനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. അതായത് വീണു പോകുന്ന ഒരു കുട്ടിയെ കൈയെടുത്ത് സഹായിക്കുന്ന ഒരു രക്ഷകർത്താവിന്റെ സ്ഥാനത്താണ് മൈ ഗോഡ് സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ് ഞാൻ മുഖ്യമന്ത്രിയെ കാണുന്നത്. കേൾക്കാം, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. അല്ല, അതിപ്പോ ഈ പാട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻകാര് ഈ പാട്ട് വായിച്ചു നോക്കിയല്ലോ. പിന്നെ അവരെന്തു പറഞ്ഞു? ഇവൻ ഏതാണ് ഈ കാട്ടു ബ്രാൻഡ്? അത് പറയാന്ന് വെച്ചാൽ അതിൽ വേറൊന്നും ഇല്ലല്ലോ. ആരെയും പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്തിട്ടില്ല. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. മുഖ്യമന്ത്രി ചെയ്യുന്നതായ കാര്യങ്ങൾ അതേപടി ഞാൻ എന്ത് ചെയ്തു, കവിതാ രൂപേണ. അപ്പൊ അവർക്ക് സന്തോഷമായി. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പൂത്തിയ കമലാസൻ. പിന്നെ സംശയം തോന്നുന്നു. വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. ഇതുപോലെ അതായത് ഇങ്ങനെ പിണറായി വിജയൻ ഇങ്ങനെ വാഴ്ത്തണം എന്ന് കാവ്യഭാവനേ അഭിനന്ദനം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പറഞ്ഞിരുന്നില്ല. അയ്യോ എന്റെ സുഹൃത്തെ, ചിത്രഗുപ്തൻ അല്ല ചിത്രസേനൻ. മന്ത്രിമാരെ വിളിച്ചില്ലെങ്കിൽ ഇപ്പൊ പിണറായി വിജയന് മാത്രം മതി ബിനോയ് വിശ്വത്തെ കുറിച്ച് നിങ്ങൾ ഒരു പാട്ടിറക്കുന്നത്. ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ പുള്ളി എന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് നിൽക്കുവരും. ആ വ്യവസ്ഥയിൽ വ്യക്തികൾക്കല്ല പ്രാധാന്യം, പ്രസ്ഥാനത്തിനാണ് എന്നതാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത്. തനിക്കെന്താണ് ഇത്ര വലിയ കലിപ്പ്? കാരണഭൂതൻ എന്ന നിലക്കാണ് അന്ന് ചിത്രീകരിക്കപ്പെട്ടത്. പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ. തമ്പ്രാന്റെ അടിമകൾക്ക് തമ്പ്രാനെ പുകഴ്ത്താനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ തിരുത്താൻ ഞാൻ ആരുമല്ല. പ്രായമായ ആളല്ലേ. പക്ഷെ ഇവിടെ ചെമ്പടയ്ക്ക് കാവലാൾ എന്ന് പറഞ്ഞാൽ അത് TP ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞ പെരിയ കേസിലെ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നുകളഞ്ഞ ഷുഹൈബിനെയും ഷുക്കൂറിനെയും ഒക്കെ ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? സമ്പത്ത് തേടിക്കൊണ്ടുവന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. നീയൊക്കെ അല്ലേ എന്റെ കൂട്ടത്തിലുള്ളത്? അതായിരിക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ CPMന്റെ സാധാരണപ്പെട്ട സഹാക്കർ പുളകം കൊള്ളുന്നുണ്ടാവും. കാരണം ബംഗാളിനും ത്രിപുരയ്ക്കും സമാനമായിട്ട് കേരളത്തിലെ കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇത്തരം കവിതകൾ എഴുതുന്ന ആളുകൾ ഈ പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. ശ്രീ പൂവത്തൂർ ചിത്രസേന നടത്തിയിട്ടുള്ളത് ഇതുപോലൊരു നശിച്ച ജോലി. ഇത്തരം കവിതകൾ എഴുതുന്ന ആളുകൾ ഈ ആളുകളെയൊക്കെ നമ്മൾ എന്താ പറയാ? എന്റെ പൊന്ന സുഹൃത്തുക്കളെ വെറുത്തു.